ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു കഥ കേട്ടാലോ? സത്യത്തിന്റെ വില. ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു രാമു എന്ന കുട്ടി താമസിച്ചിരുന്നത്. പാവപ്പെട്ടവനായിരുന്നു, പക്ഷെ മനസ്സിൽ സത്യസന്ധത നിറഞ്ഞവൻ. ഓരോ ദിവസവും അവൻ കാട്ടിൽ പോയി മരം വെട്ടി അമ്മയ്ക്കായി പണം സമ്പാദിക്കുമായിരുന്നു. ഒരു ദിവസം രാമു മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ചപ്പ് എന്നൊരു ശബ്ദം കേട്ടു. അവന്റെ കൊടുവാൾ നദിയിലേക്ക് വീണു. രാമു വിഷമത്തോടെ നദിക്കരയിലിരുന്നു. എന്റെ കൊടുവാൾ ഇല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ നദിയിൽ നിന്ന് ഒരു ദേവത ഉയർന്നു വന്നു. ദേവത ചോദിച്ചു, മകനെ, എന്തിനാണ് നീ ഇങ്ങനെ ദുഃഖിക്കുന്നത്? രാമു പറഞ്ഞു, എന്റെ കൊടുവാൾ വെള്ളത്തിൽ വീണുപോയി, എനിക്കതാണ് ജീവിതം. ദേവത ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിനക്കത് കണ്ടെത്തി തരാം. ദേവത ആദ്യം വെള്ളത്തിൽ നിന്ന് ഒരു സ്വർണ്ണ കൊടുവാൾ കൊണ്ടുവന്നു. ഇതാണോ നിന്റേത്? രാമു തലകുലുക്കി പറഞ്ഞു, അല്ല, ഇതല്ല എന്റേത്. ദേവത വീണ്ടും പോയി ഒരു വെള്ളി കൊടുവാൾ കൊണ്ടുവന്നു. ഇതാണോ? അല്ല, എന്റേത് ഒരു ഇരുമ്പ് കൊടുവാളാണ്, രാമു പറഞ്ഞു. അവസാനം ദേവത രാമുവിന്റെ പഴയ കൊടുവാൾ കൊണ്ടുവന്നു. രാമു സന്തോഷത്തോടെ പറഞ്ഞു, അതെ, ഇതാണ് എന്റെ കൊടുവാൾ. ദേവത ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ സത്യസന്ധത എന്നെ സന്തോഷിപ്പിച്ചു. അതുകൊണ്ട് ഈ 3 കൊടുവാളും നിനക്ക് ഞാൻ സമ്മാനമായി തരുന്നു. രാമു നന്ദി പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം ഗ്രാമത്തിലെ മറ്റൊരു ബാലൻ ഈ കഥ കേട്ടു. ഞാനും ഇങ്ങനെ ശ്രമിക്കാമെന്ന് വിചാരിച്ച് അവന്റെ കൊടുവാൾ നദിയിലേക്ക് എറിഞ്ഞു. ദേവത പ്രത്യക്ഷപ്പെട്ടു, സ്വർണ്ണ കൊടുവാൾ കൊണ്ടുവന്നു. ഇതാണോ നിന്റേത് എന്ന് ചോദിച്ചു. അതെ, ഇതാണ് എന്റേതെന്ന് അവൻ പറഞ്ഞു. ദേവത മന്ദഹസിച്ചു പറഞ്ഞു, നീ കള്ളം പറഞ്ഞു. കള്ളം പറയുന്നവർക്ക് ഞാൻ ഒന്നും തരില്ല. ഇത് കേട്ടവൻ നാണിച്ചു മടങ്ങി. പ്രിയ കൂട്ടുകാരെ, ഈ കഥയുടെ സന്ദേശം എന്ന് പറയുന്നത് സത്യസന്ധത എപ്പോഴും പ്രതിഫലം നൽകും. കള്ളം പറയുന്നത് കുറച്ചുനേരം ഗുണം തോന്നിയാലും ഒടുവിൽ അതുകൊണ്ട് നഷ്ടം മാത്രമേ ഉണ്ടാകൂ. ഗുഡ് നൈറ്റ്.